എന്താ എന്ത് പറ്റി ഗൗതം? ഒരു സ്വപ്നം കണ്ടതാ. സ്വപ്നോ? അത് ഈ കണ്ണൂരിലോ? നല്ല സ്വപ്നമല്ല, ദുസ്വപ്നം. കാലത്തെ കണ്ട സ്വപ്നം ഫലിക്കുന്ന. ബോംബോ വടിവാളോ ഏതുകൊണ്ടാ ചത്തത്? അറം പറ്റുന്ന ഒന്നും പറയരുത്. ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്താൻ പ്രാർത്ഥിക്കും. മതി വണ്ടി വിടെ. ഹലോ, ഞാൻ എത്തി. റേഞ്ച് കുറവാണ് ഇവിടെ. ഞാൻ രാത്രി വിളിക്കാം അമ്മേ. നമസ്കാരം സാർ. നമസ്കാരം. അവിടെ അക്കോമഡേഷൻ. ഞാൻ ഈ സ്കൂളിലെ പിയൂണാ. നമസ്കാരം പറയാൻ ഒരു കയ്യേ ഉള്ളു സാർ. മറ്റേത് കഴിഞ്ഞ ഇലക്ഷന് പോയതാ. കണ്ടില്ലേ, പിള്ളേര് ചുറ്റും കോണകത്തിൽ പോലും രാഷ്ട്രീയമുണ്ട്. എങ്ങനെയുണ്ട് ഈ നാട്? പാർട്ടി ആരെങ്കിലും എതിർത്താൽ അവർക്ക് ആധിപത്യമുള്ള ഗ്രാമങ്ങളിൽ ഊരുവിലക്ക് പോലും നടപ്പാക്കും. കൊടി കുഴിച്ചിടാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമേ ഇവിടുത്തെ നേതാക്കന്മാർ അണികളെ ശീലിപ്പിച്ചിട്ടുള്ളൂ. സ്നേഹമുള്ള ജനങ്ങളാ, അന്ധമായ ആത്മാർത്ഥത. അതുകൊണ്ടാ സ്വന്തം ജീവൻ പോലും പാർട്ടിക്ക് വേണ്ടി ബലി കൊടുക്കുന്നത്. ഒമ്പതാം വാർഡിൽ കണ്ടൂർ വീട്ടിൽ വിശ്വൻ മകൾ വിലാസിനി. വിലാസിനിയേ, അയ്യോ നിന്റെ മക്കളാണോ? എന്റെ പൊന്നു മക്കളെ. അയ്യോ ഒരു നോട്ടം. അല്ല, ഇവിടെ ഇരുന്ന് ഇങ്ങനെ അലക്കി കുളിച്ചാൽ മാത്രം മതിയോ? നമുക്കൊന്ന് സമ്മതിദാന അവകാശം നിർവഹിക്കണ്ടേ? എന്തോന്ന്? അതെ, 18 വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത്. നമുക്ക് ഒന്ന് എളുപ്പം കുത്തിയിട്ട് വരാം. വന്നാട്ടെ. കോഴിത്തലയാ, തോന്നിയാസം പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, തെറ്റിദ്ധരിച്ചു. വോട്ട് കുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ വോട്ട് ഒന്നുപോലും പാഴാക്കരുതെന്ന സഖാവിന്റെ കൽപ്പന. ഓ പിന്നെ ഇവിടെ 100 കൂട്ടം ജോലി എടുക്കുക. അതിനിടയിൽ ഈ പിള്ളേരെ നോക്കണം. പിള്ളേരല്ലയോ, അത് നമുക്ക് ഏത് ആണ്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഇലക്ഷൻ ഇനി 5 ആണ്ട് കഴിഞ്ഞേ ഉള്ളൂ. അത് ഓർമ്മ വേണം. കൊച്ചിനെ അടിച്ചു മാറ്റിയാലോ? കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ 9-ാം വാർഡിൽ വേലുപ്പിള്ള മകൻ വിശ്വനാഥൻ. അങ്ങോട്ട് നീങ്ങില്ലേ? വരി പിടിക്കണം. വാടോ, ഇവിടെ വാടോ. ഒക്കെ ബന്ധുസാണല്ലോ. അവനിന്ന് ഇവിടെത്താൻ സാധ്യതയുണ്ട്. കണ്ണിപ്പെട്ട വിടരുത്. മുട്ടിന് താഴ്ത്തു മതി, കൊല്ലരുത്. അവനെ ജീവനോടെ കിട്ടിയാലേ എനിക്ക് നിയമം നടപ്പാക്കാൻ പറ്റൂ. ആഹാ, ഇതാരും മാഷോ? മാഷേ, സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യാവൂ. പ്രസിഡന്റിൽ നിന്നും സ്വർണ്ണ മെഡൽ നേടി നാടിന് മാതൃകയായ അധ്യാപകനാ. സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കാൻ മാഷിന് പറ്റൂ. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇവിടെ അനന്തം പോലീസിനെ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ധൈര്യമുള്ളൂ. മടിക്കെട്ടി മനസാക്ഷി നെഞ്ചത്ത് മണിപ്പേഴ്സും വെച്ച് പാവപ്പെട്ട പൗരന്റെ ഓരോ വോട്ടും ഭിക്ഷ യാചിച്ച് നാട് മുടിച്ച് ജീവിക്കാൻ ചെന്നായ്ക്കളാ ഇവിടുത്തെ നേതാക്കള്. മാഷ് അവർക്ക് വോട്ട് ചെയ്യരുത്. വാ മാഷേ. വോട്ട് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് മാഷ് ഇവിടെയും മാതൃകയാവണം. വാ മാഷേ. വാ മാഷേ. വരാൻ ആരത്? നീതിബോധമുള്ള ഒരു പോലീസുകാരനായിരുന്നു. ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോ തന്നെ വട്ടായി പോയി. ഞാനിവിടെ നിന്നില്ല. അവനെ ആരാ പിടികൂടുക? അവൻ വരും. എനിക്ക് അവനെ ജീവനോടെ പിടികൂടണം. വിടൂ, എനിക്ക് നിയമം നടപ്പാക്കണം. വിടാൻ.
കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ 9-ാം വാർഡിൽ മാധവൻ മകൾ CK മൈഥിലി 456 നമ്പർ. കണ്ണൂർ താലൂക്കിൽ കുന്നത്തൂർ വില്ലേജിൽ 9-ാം വാർഡിൽ മാധവൻ മകൾ CK മൈഥിലി 456 നമ്പർ വോട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി. വോട്ടെണ്ണൽ നാളെ കാലത്ത് ആരംഭിക്കും. കണ്ണൂരിൽ നിന്നും മകൻ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞു ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വന്നതിന് ശ്രീപത്മനാഭന് വഴിപാടും കഴിച്ചു വന്നിരിക്കുന്നു ചന്ദ്രമതി എന്ന എന്റെ പൊന്നമ്മ. എന്തൊരു സ്നേഹമേ മോനോട്. കണ്ടല്ലേ, ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നിനെ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാ. എങ്കിൽ അമ്മയ്ക്കൊരു മോള് കൂടി വരാൻ പോകുന്നു. ആ കണ്ണൂരിൽ നിന്നും ഈ മകന്റെ മനസ്സിലേറി ഒരു സുന്ദരി പെണ്ണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തോന്ന്? ദേഷ്യപ്പെടല്ലേ, ആളകത്തുണ്ട്. വന്ന് കണ്ട് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട്? അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. മതി, എനിക്കൊന്നും കേക്കണ്ട, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. അയ്യോ അവിടെ നിക്ക്. അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഈ മകൻ ഇതുവരെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും പേര് ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. നന്നായി പഠിച്ചു, നല്ല പ്രായത്തിൽ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറായി ജോലിയും മേടിച്ചു. ഇനി മരിച്ചുപോയ എന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം ഈ മകന് സാധിച്ചു കൊടുക്കണം. അതെ, മരിക്കുന്നതിന് മുമ്പ് അമ്മ കേൾക്കാതെ അച്ഛൻ എന്നോട് പറഞ്ഞു, എത്ര മനോഹരമായ നാടാണ് മലബാർ, പ്രത്യേകിച്ച് കണ്ണൂർ. ഒരു മാർക്സിസ്റ്റുകാരന്റെ മകനായ നീ വിവാഹം കഴിക്കുന്നത് ആ വിപ്ലവ ഭൂമിയിൽ നിന്നായിരിക്കണം. സത്യം, അമ്മ അറിയാതെ അന്ന് അച്ഛന് വാക്ക് കൊടുത്തതാ. ഇപ്പൊ ഞാൻ അറിയാതെ തന്നെ അത് സംഭവിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുട്ടി എനിക്ക് ഇഷ്ടായി. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അല്ലേ അമ്മേ? ബെസ്റ്റ് ഇംപ്രഷൻ. കള്ളം പറഞ്ഞ് വലിപ്പിക്കുന്നായിരുത്തി നീ അച്ഛന്റെ മോൻ തന്നെയാ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടായി. നേരാണ് അമ്മേ, ആ കുട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എന്റെ അമ്മയെ പോലെ. ഞാൻ പോയി ആ കുട്ടിയെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാനോ? എങ്ങനെ? അങ്ങോട്ടൊരു ട്രാൻസ്ഫർ. എന്ത് മണ്ടത്തിനാ നീ പറയണേ? ഒരു മിന്നായം പോലെ കണ്ട പെണ്ണിന് വേണ്ടി ട്രാൻസ്ഫറോ? നീ അവിടെ ചെല്ലുമ്പോ ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുത്തണം. പേടിക്കണ്ട, എപ്പോ അമ്മയ്ക്ക് മോനെ കാണണമെന്ന് തോന്നുന്നു അപ്പൊ ഞാനിവിടെ എത്തും. രാവിലത്തെ ട്രെയിനിന് കണ്ണൂരിൽ നിന്ന് കയറിയാൽ രാത്രി അത്താഴം ഇവിടെ തിരുവനന്തപുരത്ത്. എപ്പടി? അതിന് പെട്ടെന്നൊരു ട്രാൻസ്ഫർ എങ്ങനെ കിട്ടാനോ? നമ്മുടെ അമ്പിയെണ്ണം വിചാരിച്ചാൽ അത് നടക്കും. കൊള്ളാം, അവനിപ്പോ പാർട്ടിയിൽ നിന്ന് സ്ഥാനവും പോയി, ഉടുത്തിരുന്ന മുണ്ടും പോയി, ഇപ്പതാ മെഡിക്കൽ കോളേജിൽ നിരാഹാരം കിടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. തലസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗത്തെ തുടർന്നുണ്ടായ സംഘടനത്തിൽ തന്റെ ഉടുമുണ്ട് ഉരിഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്ന അംബുജാക്ഷൻ ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന മാനിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായി. നമസ്കാരം. നമസ്കാരം. മുണ്ടുരിഞ്ഞതിനെതിരെ താങ്കളുടെ പ്രതികരണം എന്താണ്? എന്റെ മുണ്ടുരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റിലിരുത്തും. 3 ദിവസമായി മുണ്ടുടുക്കാതെ സമരം തുടരുന്ന അംബുജാക്ഷനെ പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടി മുണ്ടുടുപ്പിച്ചു. ലക്ഷം ലക്ഷം പിന്നാലെ, ഞങ്ങളുടെ ഓമന നേതാവേ, മുണ്ടുടുത്ത നേതാവേ, മുണ്ടുടുത്ത നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഇന്ന് എന്റെ മുണ്ട് ഊരിയെങ്കിൽ നാളെ നിങ്ങളുടെ അണ്ടർവെയർ ഊരുമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു.
മതി മതി. ഇനിയിപ്പോ എല്ലാവരും സ്വന്തം വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് വാ. ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ ഊണില്ലേ? ഒന്ന് പോടെ. ചേച്ചമ്മേ എന്തെങ്കിലും കഴിക്കാനെടുക്ക്. ആ ഇതാര് കുട്ടി സഖാവോ? ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് എപ്പ എത്തി? ആ കയ്യ് കാല് കണ്ണ് മൂക്ക് നാക്ക് ഫുൾ ബോഡി ആയിട്ടാണല്ലോ തിരിച്ചെത്തിയിരിക്കുന്നത്. ചേച്ചിയമ്മയുടെ ഒരു ഭാഗ്യം. അല്ല എത്ര പേരവിടെ കാഞ്ഞു? അവിടെ ഒരു കുഴപ്പമില്ല. കണ്ണൂരെ റിസൾട്ടൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. നിങ്ങളുടെ പാർട്ടി ജയിച്ചു. ചുമ്മാതല്ല കള്ളോട്ട് ചെയ്തിട്ടില്ലേ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഒരു ഒറ്റ കള്ളവോട്ട് അവിടെ വീണിട്ടില്ല. അത്രയ്ക്ക് സത്യസന്ധമായിട്ടാ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തു. കണ്ണൂരിലെ കാര്യം അങ്ങോട്ട് വിട്. ബംഗാള് എന്തിന് ചൈന കള്ളോട്ടിന്റെ പെരുന്നാളായിരുന്നില്ലേ? ചൈനയിൽ വോട്ടിംഗ്. മതി മതി നിർത്ത്. ഇതൊരു നിയമസഭയല്ല. കറക്റ്റ്. അങ്ങനെ പറ ചേച്ചി. നിന്നോട് കൂടി തന്നെ പറഞ്ഞത്. കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നപ്പോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരി ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ നീ? അതെങ്ങനെ സംസാരിക്കാനാ? പാർട്ടി കളിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ജീവിതം തന്ന സഖാവ് കുഞ്ഞേട്ടനല്ലേ? ആ അത് ഓർമ്മയുണ്ടായിരുന്നാ മതി. വാ, വന്നു വല്ലതും കഴിക്കാൻ നോക്ക്. അല്ല അമ്പി, നിനക്ക് പ്രായം ഇത്രയായില്ലേ? ഇപ്പോഴത്തെ ഈ തമ്മിലടി രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് വല്ല ഭാവിയുണ്ടോ? പേരിനൊരു ഗ്രൂപ്പ്, കൂടെ കുറച്ച് ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ഭദ്രം. കൂടാത്തതിന് എന്റെ പ്രകടനങ്ങൾ ടിവിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടർ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കോമഡി വില്ലന എന്ന കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി കതറ് വിട്ട് ശുപാർശക്കായി സെക്രട്ടേറിയറ്റിലോട് ചെന്ന അവന്മാര് ചവിട്ടി പുറത്താക്കും. നോക്കിക്കോ, അണ്ണന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിൽ പിടിപാടും ഇതോടെ ക്ലോസ്. ഞൊട്ടും. ഏതവൻ ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന്റെ തീറാധാരവി അമ്പയണ്ണന്റെ കയ്യിൽ തന്നെ. തെളിയിക്കണോ? ആ വേണം. എങ്കിൽ 24 മണിക്കൂറിനകം എനിക്കൊരു ട്രാൻസ്ഫർ ഒപ്പിക്കണം. ട്രൗസറോ? ഓ ട്രൗസർ അല്ല, ട്രാൻസ്ഫർ. ട്രാൻസ്ഫറാ? കണ്ണൂരേക്ക്. എന്റെ അമ്മോ, ചുടുകാട്ടിലേക്ക് വേണോ? ഒപ്പിച്ചേരാം, പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല. നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം. വെല്ലുവിളിയാണോ? എങ്കിൽ നടക്കും. സ്വന്തക്കാരനാണെങ്കിലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. നീ മറ്റേ പാർട്ടിയാ. അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ. എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയേ. എന്തു വിട്ടുകൊടുക്കരുത്. വെട്ടി നുറുക്കണം എല്ലാത്തിനെയും. ശശിധരൻ മാസ്റ്ററെ വെട്ടിക്കൊല്ലാൻ കെണിയൊരുക്കിയത് അവനാ. ഓരോത്ത് രാഘവൻ, അവനിപ്പോ MLA. എന്റെ കാലേ തളർന്നിട്ടുള്ളൂ. ഇലക്ഷൻ വരെ ഒന്ന് അടങ്ങിയപ്പോ ഭരതൻ 10 താഴ്ത്തി എന്ന് കരുതി. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അവനങ്ങ് വരട്ടെ. അറുത്ത് എടുക്കണ എംബോക്കിയുടെ കാലുകൾ. എന്ത് മണ്ഡല പര്യടനം നടക്കില്ലെന്നോ? നമ്മുടെ 2 സഖാക്കളെ കൊന്നു. ഓഹോ, അപ്പൊ ഭരതൻ കളി തുടങ്ങി. ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ. ഈ രാഘവന്റെ താണ്ഡവം കാണാൻ പോകുന്നുള്ളൂ.
യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ കണ്ണു പിടിച്ച് നടക്കുകയല്ല കള റാസ്കൽ. ഞാൻ സാർ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ താനരാ? അവൻ പറഞ്ഞു വിട്ടല്ലേ? എനിക്കറിയാം. ഈ നാട് ചുട്ടെരിയുമ്പോ അന്തകന്റെ നിഴല് പോലെ അവൻ ഇവിടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടാവും. എനിക്ക് നിയമം നടപ്പാക്കണം. എവിടെ അവൻ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ ജോയിൻ ചെയ്യാമെന്ന് മൃഗ ഡോക്ടറാ. എല്ലാം കണ്ട് പേടിച്ചിങ്ങോട്ട് ഓടിക്കയറിയതാ. അപ്പൊ ഇന്നാട്ടി പുതിയതാ? കൊലപാതകം ഇവിടെ ഒരു തമാശയാ. 2-2 ഈക്വൽ സ്കോർ. അപ്പൊ മൃഗ ഡോക്ടറാ? അതെ. അതെ, ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെയല്ല, വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യമൃഗങ്ങളെയാ.